മോഹൻലാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചതിന് പിന്നാലെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഒരു കവിത ഉദ്ധരിക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ വീണപൂവിലെ എന്ന് പറഞ്ഞാണ് കവിത ഉദ്ധരിച്ചത്. പക്ഷേ വീണപൂവിൽ അങ്ങനെ ഒരു കവിതയില്ല. കവിത മൊത്തം വായിച്ചിട്ടുണ്ട്. എൻ്റെ ആരാധകനുമാണ് ഞാൻ. പക്ഷേ എന്താണ് മോഹൻലാൽ സംഭവിച്ചത്? ആരാണ് മോഹൻലാലിനോട് ഈ ചതി ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, അതായത് മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാലിന് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പുരസ്കാരം, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ ഫാൽക്കെ അവാർഡ്. അതാണ് നൽകുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത് മോഹൻലാൽ ഈ പുരസ്കാരം വാങ്ങുന്നു. ആ ചടങ്ങിൻ്റെ ഒരു പ്രൗഢി, ഗാംഭീര്യം അത് രാജ്യം മുഴുവൻ തത്സമയം ടി വിയിലൂടെ ഉൾപ്പെടെ കണ്ടതാണ്. ആ കണ്ടതിന് ശേഷം മോഹൻലാൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, വളരെ ഗംഭീരമായൊരു പ്രസംഗം. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിൽ എൻ്റെ മാത്രം പ്രയത്നമല്ല, ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മൊത്തം കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയെ മൊത്തം അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കണം. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുരസ്കാരം ലഭിച്ചതോടെ ഞാൻ കൂടുതൽ ഉത്തരവാദിത്വവും നന്ദിയുമുള്ള ഒരാളായിട്ട് മാറുകയാണ്. മലയാളത്തിലെ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ഒരുപാട് കഴിവുകൾ ഇനിയും ഉണ്ടെന്നും അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും ഈ അവസരം ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കലയെ സ്നേഹവും ഉൾക്കാഴ്ചയും കൊണ്ട് പരിപോഷിച്ച കേരളത്തിലെ വിവേകമതികളായ പ്രേക്ഷകർക്ക് ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാൽ ഏകദേശം സംസാരം അവസാനിപ്പിക്കുക. ഇതിനുശേഷം മോഹൻലാൽ ഒരു കവിതയിലെ 2 വരി ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്. അതായത് കുമാരനാശാൻ്റെ വീണപൂവിലെ ഈ കവിതയിലെ 2 വരികൾ എന്നാണ് ഈ പറയുന്നത്. അതായത് തിളക്കത്തോടെ വിരിഞ്ഞു നിന്ന് പ്രചോദനം നൽകുന്ന സുഗന്ധം അവശേഷിപ്പിച്ച് കടന്നുപോയ എല്ലാവർക്കുമുള്ള ആദരമാകട്ടെ. സത്യത്തിൽ ഈ വരികൾ കുമാരനാശാൻ്റെ വീണപൂവിലുള്ളതല്ല. മാത്രമല്ല കുമാരനാശാൻ ഈ ചിത എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിതയിലായിരുന്നു പോയതുമല്ലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു വരികളൊന്നും എഴുതിയിട്ടില്ല. അത് എപ്പോഴും ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി അല്ലത്. അപ്പോൾ കുമാരനാശാൻ്റെ വരികളാണ് എന്ന് പറഞ്ഞിട്ട് ആ വരികളോട് നീതി പുലർത്താത്ത അർത്ഥവുമാണ് മോഹൻലാൽ പറഞ്ഞത്. അപ്പോൾ പ്രസംഗം ഗംഭീരമായിരുന്നു, ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു, രാഷ്ട്രപതിയുടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഇതിനെല്ലാം ശേഷം മോഹൻലാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ തെറ്റിനെയാണോ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറയാം. അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളികളുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ അല്ലെ തൊട്ടയൽപക്കത്തെ ചേട്ടൻ, അച്ഛൻ, അമ്മ, അമ്മാവൻ, അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോ തലങ്ങളിലാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും കലാലയത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രസംഗ മത്സരത്തിലല്ല. അത് നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ അസോസിയേഷൻ്റെ വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയല്ല. അതായത് രാജ്യത്തെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട പരമോന്നത ബഹുമതി സ്വീകരിച്ചതിന് ശേഷം രാജ്യത്തോട് നടത്തുന്ന മറുപടി പ്രസംഗമാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടേക്കാം. പിന്നീട് ആളുകൾക്കൊക്കെ സംശയം തോന്നും. ഇപ്പോൾ നമുക്ക് ഈ വരികളൊക്കെ അറിയാനായിട്ട് AI പോലെയുള്ള സാങ്കേതികവിദ്യ, ചാറ്റ് GPT, മെറ്റ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒരാൾ ഇതിനോട് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന സാങ്കേതികവിദ്യയോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ചങ്ങമ്പുഴ എന്ന കവിതയിലെ വരികളാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ എന്ന് പറയുന്നൊരു കവിത എഴുതിയിട്ടില്ല. അപ്പോൾ തന്നെ അവിടുത്തെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റൊരാൾ ചോദിക്കുമ്പോൾ P. ഭാസ്കരൻ്റെ ഒരു പ്രശസ്തമായ കവിതയുണ്ട്, ഓർക്കുക വല്ലപ്പോഴും, അതിന് വരികളാണ്, പക്ഷേ അതിലെയും വരികളല്ല. അപ്പോൾ ഇതിനകത്ത് മറ്റാരോ എഴുതിയ വരികളാകാം, പക്ഷേ ഈ സന്ദർഭത്തിന് യോജിച്ചതാണോ എന്നറിയണം. നമ്മളെപ്പോഴും കവിതകൾ ചൊല്ലുന്നത് ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് സന്ദർഭത്തിന് അനുയോജ്യമായ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുമ്പോഴാണ്. മോഹൻലാലിന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു, പക്ഷേ വിദഗ്ധർ പറയുന്നു, ഇപ്പോൾ എനിക്ക് ഇതിനെ സംബന്ധിച്ച് വൈദഗ്ധ്യമില്ലാത്ത ഒരാളായതുകൊണ്ട് പറയുന്നു, ആ സംഭാഷണ ശൈലിയുമായിട്ട് യോജിക്കുന്ന വരികളായിരുന്നില്ല മോഹൻലാൽ ചൊല്ലിയത്. മാത്രമല്ല കുമാരനാശാൻ്റെ ഈ വീണപൂവ് എന്ന് പറയുമ്പോൾ വീണപൂവൊക്കെ BA മലയാളം ക്ലാസ്സിൽ, MA മലയാളം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് അതിനെയൊക്കെ ഹൃദിസ്ഥമാക്കിയ 100 കണക്കിന് 1000 ആളുകളുള്ള നാടാണ് ഇവിടെ. ഇപ്പോൾ വീട്ടമ്മമാരായി ജോലി ചെയ്യുന്നവർ, അധ്യാപകരായി ജോലി ചെയ്യുന്നവർ, പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ മലയാള സാഹിത്യം ഇഷ്ടമുണ്ടെങ്കിൽ, കുമാരനാശാനെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ കവിത അറിയാം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വരി കേട്ടിട്ടില്ല. അപ്പോൾ ഇനി മോഹൻലാലിൻ്റെ തെറ്റുപറ്റിയതാണോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചത് തെറ്റുപറ്റിയിട്ടാണോ, ഒരുപാട് പേര് ഇന്നലെ തെരഞ്ഞതാണ്. അപ്പോൾ മോഹൻലാൽ അങ്ങനെ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് നാട്ടുകാർ മൊത്തം വീണപൂവിൻ്റെ പുറകെ പോയി എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം. പക്ഷേ എങ്കിൽ പോലും ഈ പ്രസംഗം മോഹൻലാലിന് ഒരു രാഷ്ട്രപതിയുടെ ഒരു ബഹുമതി മേടിക്കാൻ പോകുന്നു. അപ്പോൾ വലിയൊരു ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ മോഹൻലാലിനെ സ്വാഭാവികമായിട്ടും വൈദഗ്ധ്യമുള്ള ആരെങ്കിലും സഹായിച്ചിട്ട് കാണും. എങ്ങനെ പ്രസംഗം എഴുതണം, എങ്ങനെ പ്രസംഗിക്കണം, സ്വാഭാവികമായി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് നോക്കിയിട്ടായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആ എഴുതി കൊടുത്തയാൾ മനഃപൂർവ്വം മോഹൻലാലിനെ വഞ്ചിച്ചു. അതൊരു വലിയ ചോദ്യമല്ലേ? കാരണം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിലൊന്ന് നേടുന്നു, അതും നമ്മുടെ പ്രഥമ പൗരയുടെ മുമ്പിൽ
മുമ്പിൽ നിന്നാണ് ഈ പ്രസംഗം നടത്തുന്നത്. ഇതെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ മോഹൻലാലിനെ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു. ഇപ്പം ആ പ്രസംഗം എഴുതി കൊടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ മോഹൻലാൽ ക്രോസ് ചെക്ക് ചെയ്യണമെന്നില്ല. കാരണം ഒരാൾ എഴുതി കൊടുത്തതല്ലേ, അയാളെ അത്ര വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ മനഃപൂർവ്വം മോഹൻലാലിനെ ചതിച്ചോ? ഇതാണിപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം. അപ്പോൾ ഇന്നലെ ഈ പ്രസംഗം നടന്നു, ഇതിനുശേഷം ഈ കവിത ആളുകളൊക്കെ വായിച്ചു കേട്ടു, പക്ഷേ മാധ്യമങ്ങളിലൊന്നും ഇതിൻ്റെ വാർത്തകൾ വലുതായിട്ട് വന്നില്ല. ഒരു പക്ഷേ കുമാരനാശാനെക്കുറിച്ചോ ഈ കവിതയെക്കുറിച്ചോ വ്യക്തമായ അറിവില്ലാത്ത കുറേ മാധ്യമപ്രവർത്തകരുണ്ടാകാം, അതുകൊണ്ടാകാം. പക്ഷേ ഇതറിയാവുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങി. ഇപ്പോൾ പ്രിയനെ സംബന്ധിച്ച് കവിത ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിനെ, അങ്ങനെ കേട്ടിട്ടുണ്ടോ പ്രിയൻ? എപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു വരി. ഇത് ആരുടെ ശൈലിയാണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു വരി കുമാരനാശാൻ എന്തായാലും എഴുതാനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ശൈലിയുമല്ല, ഭാഷാരീതി ഇതല്ല കുമാരനാശാന്റെ, അതെനിക്ക് ഉറപ്പാണ്. വീണ പോലും കട്ടായ 100% ഉറപ്പ് അങ്ങനെ ഒരു വരിയില്ല. അപ്പം ശരിക്കും ഇപ്പോൾ മോഹൻലാൽ എന്താ ചെക്ക് ചെയ്തുകൂടായെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ മലയാള കവിതയെ സാഹിത്യത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളല്ലേ അതിലേക്ക് ആഴ്ന്നിറങ്ങുള്ളൂ, അല്ലാത്തവർ ഇറങ്ങില്ല. ഇപ്പം എന്തായാലും തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കി കാണുന്ന ഒരു ചടങ്ങായിരുന്നു. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവരെല്ലാം വളരെ കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ ചെറിയ ന്യൂനത പോലും വരാൻ പാടില്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആക്ടർ എന്ന് പറയാവുന്ന ഒരു വിശേഷണത്തിന് ഉടമയാണ്. അങ്ങനെയുള്ള മോഹൻലാൽ ഇത്തരം ഒരു പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മലയാളത്തിലായിരിക്കും സംസാരിക്കുക. ആ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് കവികളുണ്ട്, ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, അവരുടെ ഉദ്ധരണികൾ, അവരുടെ കവിതയിലെ ശകലങ്ങൾ, ഇതൊക്കെ കോട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ കോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരാളെ വിശ്വസിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോൾ അതൊരു ക്യാമ്പസിൽ പോയി പ്രസംഗിക്കുന്നതല്ലെന്നും അസോസിയേഷൻ മീറ്റിൽ പ്രസംഗിക്കുന്നതല്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. ഇതേക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇതെന്താണ് മോഹൻലാലിന് പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ മലയാളികളുടെ അഭിമാനമായ ഒരാൾ ഇത്തരം വേദിയിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് ചെറിയ പിഴവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മഹത്വവൽക്കരിച്ച് നെഗറ്റീവ് അടിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു ശൈലിയാണ്. പക്ഷേ ഇത് നെഗറ്റീവ് അടിക്കുകയല്ല. ഇത്രയും മനോഹരമായ പ്രസംഗം പറഞ്ഞ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ ആളുകളുടെ മനം കവർന്ന മോഹൻലാലിന് ഉണ്ടാകുന്ന ഒരു ചെറിയ പിഴവുണ്ടല്ലോ, അതിനെ നമുക്ക് ചെറുതായിട്ട് ഇവിടെ കാണിക്കാം. കാരണം നമ്മുടെ ഇഷ്ടതാരമാണ് മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ, അതുകൊണ്ടാണ് നമ്മൾ ചെറുതെന്ന് പറയുന്നത്. പക്ഷേ കുമാരനാശാൻ എന്ന് പറയുന്നത് മലയാളത്തെ സ്നേഹിക്കുന്ന, ഭാഷയെ സ്നേഹിക്കുന്നവരൊക്കെ നെഞ്ചേറ്റുന്ന ആളല്ലേ. കുമാരനാശാനെ എങ്ങനെയാണ് പ്രിയനെന്ന് കാണുന്നത് ആലോചിച്ച് നോക്കി. കുമാരനാശാൻ എന്ന മഹാകവിയല്ലേ, എന്ത് സംശയമുള്ള മുഴുവൻ ഫിലോസഫി, ഞാൻ അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ആ മുഴുവൻ അദ്വൈതവും അദ്ദേഹത്തിൻ്റെ കവിതയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും വിശാലമായ വലിയ ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്ന വലിയ സങ്കല്പങ്ങൾ, വലിയ പരിവർത്തനങ്ങൾ, ചണ്ടാലപക്ഷി പോലുള്ള കവിതകളൊക്കെ വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് സങ്കല്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിയാത്തത്ര രീതിയിലുള്ള വിപ്ലവമാണ്, നവോത്ഥാനമാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അത്രയേറെ മൂല്യവത്തായ കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനെ പകരം വയ്ക്കാനായിട്ട് മറ്റൊരു കവിയുമില്ല എന്നുള്ളതാണ്. കുമാരനാശാനെ പോലെ കുമാരനാശാൻ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ആശാന്റെ പേര് തെറ്റായിട്ടൊരിടത്ത് പറയുന്നത്. അതിനോട് യോജിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് മോഹൻലാൽ തിരിച്ചറിയുകയും തിരുത്തുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇതിനകത്ത് പറയുന്നത് ചിതയിലായിരുന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിന്, ഇതിനെ ശരിക്കും പറയുന്നത് കാവ്യഭാഷയിൽ പറഞ്ഞാൽ ഔചിത്യഭംഗം എന്ന് പറയുന്ന ഒരു കാവ്യഭാഷ, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത് ശരിക്കും കാവ്യദോഷമെന്നാണ് പറയുന്നത്. ശരിക്കും കുമാരനാശാൻ്റെ വരികളെന്ന് പറയുന്നു അതിനൊരു വിശദീകരണം നൽകുന്നു, സന്ദർഭവുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ പ്രസംഗത്തിൽ എപ്പോഴും സന്ദർഭവുമായി യോജിക്കുന്ന വരികൾ ഉപയോഗിക്കണമായിരുന്നു. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതായിരിക്കാം, അതിനനുസരിച്ച് ഒരു വരികൾ വേണമെന്ന് ഒരുപക്ഷെ മോഹൻലാൽ ആവശ്യപ്പെട്ടതാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എഴുതി കൊടുത്തത്. എന്തായാലും പ്രസംഗം എഴുതി കൊടുത്ത ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ അത് പിന്നീട് പറയണം, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, കുമാരനാശാൻ്റെ കവിതയല്ല ഇന്നയാളുടെ കവിത. ചിലപ്പം അത്ര പ്രശസ്തനല്ലാത്ത ഒരാളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എഴുതിയ കവിതകളിലെ വരിയായിരിക്കാം. അതിലൊന്നും പ്രശ്നമില്ല. സന്ദർഭവും സാഹചര്യവും അനുകൂലമാണെങ്കിൽ ഏത് വരികളും നമുക്ക് എവിടെയും ഉദ്ധരിക്കാം. അപ്പോൾ ഒരു കലാലയത്തിലെ പ്രസംഗ മത്സരത്തിലോ അസോസിയേഷൻ വാർഷികത്തിലെ പ്രസംഗത്തിലോ പങ്കെടുക്കുകയായിരുന്നില്ല, രാജ്യമുറ്റു നോക്കിക്കൊണ്ടിരുന്ന പ്രസിഡന്റ് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ മോഹൻലാൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. എത്ര മനോഹരമായി പ്രസംഗിച്ചാലും ഒരു ചെറിയ കാനൽ, ഒരു ചെറിയ തെറ്റ് വീണാൽ പോലും ആളുകൾ അതിനെ ശ്രദ്ധിക്കും. അപ്പോൾ വരും ദിവസങ്ങൾ ഇത് സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരും. നമുക്ക് മോഹൻലാലിനോട് ഒരു പരാതിയുമില്ല, വിഷമവും ഇല്ല. അദ്ദേഹത്തിന് മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റാം. പക്ഷേ ഇത് എഴുതി കൊടുത്ത ആൾ മനഃപൂർവ്വം മോഹൻലാലിനെ തെറ്റിലേക്ക് വലിച്ചിഴച്ചതാണെങ്കിൽ അത് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു മഹാപാപം തന്നെയാണ്, അല്ലെ പാതകം തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒന്നിൽ മോഹൻലാൽ തന്നെ അല്ലെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഇക്കാര്യമൊക്കെ പുറത്തറിയിക്കുമെന്ന് പറയാം. എന്തായാലും കുമാരനാശാൻ്റെ വീണപൂവിലെ അല്ല ഈ വരികൾ എന്ന് തന്നെ ഞാനും ഉറച്ച് വിശ്വസിക്കുന്നു. പ്രിയൻ അത് നന്നായി കാണാതെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പ്രിയനും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലേ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.